നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി പ്രസവിച്ചു പെൺകുഞ്ഞ. ആണോ? ഡോക്ടർ രണ്ടുപേരും സുഖമായിരിക്കുന്നു. ഇനി കുഞ്ഞിനെ ഈ റൂമിൽ എത്തിക്കേ വേണ്ടു. പക്ഷെ അതെങ്ങനെ ഡോക്ടർ? എല്ലാവരും ഈ റൂമിന്റെ വാതുക്ക തന്നെ നിൽക്കുമ്പോ അതൊക്കെ നടക്കും. ഹലോ റസാക്കെ, പവർ ഓഫ് ചെയ്യ്. ഞാൻ പറഞ്ഞിട്ടേ ഓൺ ചെയ്യാവൂ. ശരി മാഡം. എല്ലാം ഇയാളുടെ കുഞ്ഞേച്ചിയുടെ പ്ലാനാ. വയറ് നിറച്ച് കുടിച്ചോ. ഇതമ്മ നിനക്ക് ആദ്യമായിട്ട് തരുന്ന ജീവാമൃത. ഒരു പക്ഷെ അവസാനായിട്ടും. താടി ശാലിനി, ഇനി വൈകിക്കണ്ട. ലൈറ്റ് ഒരുപാട് സമയം ഓഫാക്കി ഇടാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും എല്ലാവരെയും വിളിച്ചോണ്ട് വന്നതല്ലേ യാത്ര പറയാൻ വേണ്ടി. നീ തന്നെ ആദ്യം യാത്ര പറഞ്ഞു. ഒന്ന് പോവാമേ. മോളെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പം നിശ്ചയത്തിന്റെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. അതെ, അതങ്ങനെ വൈകിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് തന്നെ അവളെന്നാ നിത്യയുടെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്. സന്തോഷം. എന്നാ ചേച്ചി ഞങ്ങൾ പോയിട്ട് വരട്ടെ. നിന്നെ കണ്ട അന്ന് മുതൽ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നല്ല കാര്യങ്ങളാ. ഇപ്പൊ ഈ സർപ്പക്കളത്തിനും സാക്ഷിയായി. എന്നാ ശരി മോളെ. വാടാ അമ്മേ. അത്
പുറത്തിരുട്ട് എപ്പോഴും സുരക്ഷിതമല്ല. എന്താ? ഏയ്, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതാ. എന്നെ സാർ? തെളിവടക്കം പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലിടണം. എന്നാലേ അവർ വിശ്വസിക്കൂ. നീ നോക്കിക്കോ, ഇന്ന് വാഴ്ത്തിയവളെ അമ്മ തള്ളിപ്പറയുന്നൊരു ദിവസം ഉണ്ടാവും. വൈകാതെ തന്നെ. കടവുളെ, നീ എന്നെ പാക പോകുന്നതെന്ന് ആർക്ക് തെളിയും? ധർമ്മമാഷിന്റെ വീട്ടിലോ ആരും ചെന്നിട്ടില്ല. പിന്നെ അതാരായിരിക്കും? വീണേ, എടി വീണേ, വീണേ. മോളെ, നീ എപ്പോഴാ കിടന്നേ? മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് ഉടനെ ഞാൻ കിടന്നു. എന്താച്ചാ? ഇതുവഴി ആരെങ്കിലും പോകുന്ന ശബ്ദം മറ്റോ നീ കേട്ടായിരുന്നോ? ഇല്ല ഹരിയേട്ടാ, ഞാൻ കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി. എന്താ കാര്യം? അല്ല, ഞങ്ങള് വരുന്ന വഴിക്ക് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു കാർ എടുത്തോണ്ട് ഒരാളങ്ങ് പോയി. അല്ല, പയ്യന്മാർ അവനെ തടഞ്ഞു നിർത്തി ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ആളിത്തിരി ബഹളം വെച്ചാ പോയെന്ന് പറഞ്ഞു. അയ്യോ, അതാരാ നമ്മളെ ചുറ്റുവട്ടത്ത് വന്ന് അങ്ങനെ ബഹളം വെക്കാൻ? ഞങ്ങള് വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് പോയി കഴിഞ്ഞു. ഈ ചുറ്റുപാടുള്ള 1-2 വീടുകളിലൊക്കെ ഞങ്ങൾ തിരക്കി. അവിടെയൊന്നും ആരും വന്നിട്ടുമില്ല. വല്ല കള്ളന്മാരും ആയിരിക്കും അച്ഛാ. ആർക്കറിയാം? ഇനിയിപ്പോ നാളെ രാവിലെ അതിന്റെ ബാക്കി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാം. ആ, നീ പോയി കിടക്കാൻ നോക്കുമോളെ. ചെല്ലേ. അമ്മാവനും കിടക്കുമല്ലേ? ആ, നീയും പോയി കിടന്നോ. ആ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, അനുപേട്ടൻ ദേഷ്യം വന്ന് ഇറങ്ങിയത്. നിങ്ങൾ ചെല്ല്. ഇല്ല പിന്നെ അത് മതി. അമ്മ പോട്ടെ മോളെ. അവളെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോണമെന്നായിരുന്നു. എപ്പോഴും മക്കളെ സന്തോഷത്തോടെ കാണാനും അവരോടൊത്ത് ജീവിക്കാനും ഭാഗ്യമില്ലാത്തൊരമ്മയായി പോയില്ല ഞാൻ. അവളോട് നീ പറഞ്ഞേക്കണം, അമ്മ വന്നിരുന്നു, അവളെ കണ്ടിട്ട് പോയിന്നും. പോവാം പക്ഷേ. പോട്ടെ മോനെ. ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ലോണം റെസ്റ്റ് എടുക്കണം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ചേച്ചിക്ക് അറിയാതെ പറ്റിപ്പോയതാ, അല്ലാതെ മനഃപൂർവ്വം ചെയ്തതല്ല. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ശ്രദ്ധിക്കാതെ സ്റ്റെപ്പ് ഇറങ്ങി വന്നോണ്ടല്ലേ വീണത്. എന്റെ ചേച്ചി എന്നോട് മനഃപൂർവ്വമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ചേച്ചി അതോർത്ത് കരയൊന്നും വേണ്ട. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ.
നീ എങ്ങനെയാ വീണത്? ഞാൻ മുകളിൽ നിന്നപ്പോ അവന്തികേട്ടത്തി എന്നെ താഴേക്ക് വിളിച്ചായിരുന്നു. സ്റ്റെപ്പില് വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വീണതാ. അച്ഛനും അമ്മയും അനുവേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി. തനിക്ക് സഹായത്തിന് മീരെടുത്ത് കുറച്ചു ദിവസം വീട്ടിലുണ്ടാവും. ഒന്നുകൊണ്ടും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സന്ദീപേ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാം. എനിക്കിവിടെ വല്ലാതെ ശ്വാസം മുട്ടുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്ങ ചായയൊക്കെ കൊണ്ടുവന്നില്ലേ? ഞാനത് കുടിക്കേ. നല്ല ചായയാണോ? പിന്നെ കൊള്ളാം. ഇപ്പഴാ സമാധാനമായത്. നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് പുറത്തൊക്കെ പോവാലോ അല്ലേ? പിന്നെന്താ, പോവാലോ. ഹായ്. ഉമ്മ. മഹിയേട്ടന്റെയും മാളുവിന്റെയും നിറഞ്ഞ മനസ്സോടെയുള്ള ഈ ചിരി കാണാനാ ഞാൻ എന്നും കാത്തിരുന്നത്. ഈ സന്തോഷം തന്നതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് ഗംഗേ. സീമിച്ച് ചായ കുടിച്ചായിരുന്നോ? ആ, ഞാൻ കുടിച്ചായിരുന്നോ? നീ ഇതുവരെ കുടിച്ചില്ലല്ലോ. ഇല്ല, എനിക്കങ്ങനെ രാവിലെ ചായയും കാപ്പിയൊന്നും നിർബന്ധമൊന്നുമില്ല ചേച്ചി. ആ, പിന്നെ കഴിക്കുമ്പോ ഒരു ചായ കുടിക്കാൻ ഇഷ്ടം, അത്രേ ഉള്ളൂ. അധികം ചായയും കാപ്പിയൊന്നും കുടിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. സീമേ, എന്താ മാഡം? നീ ഇന്ന് മുറ്റം തൂത്തില്ലേ? ഞാൻ തൂത്തുകയാണല്ലോ. ആണോ? മുറ്റത്ത് ഇലകൾ നിറച്ചും വീണ് കിടപ്പുണ്ടല്ലോ. കുറച്ചു മുമ്പ് നല്ലൊരു കാറ്റടിച്ചായിരുന്നു, അപ്പൊ വീണതായിരിക്കും. ഞാൻ ഒന്നുകൂടെ തൂത്തിടാം മാഡം. ഞാൻ എന്താ ആന്റിക്ക് തരാനുള്ള ചായ എടുക്കായിരുന്നു. ഗംഗ എന്താ രാവിലെ മഹിയുടെ മുറിയിൽ നിന്ന് വരുന്ന കണ്ടല്ലോ. അത് ഞാൻ മഹിയേട്ടന് ബെഡ് കോഫി കൊടുക്കാൻ പോയതാ. അതൊന്നും പാടില്ലാത്തതല്ലേ? ബെഡ് കോഫി കൊടുക്കുന്നാലിപ്പോ എന്താ കുഴപ്പം? ദേ, ആന്റിക്ക് ഞാൻ തരുന്നില്ലേ? ഈ വീട്ടിലെ എല്ലാവർക്കും ചായയും കാപ്പിയും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ മഹിയേട്ടനും കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊന്നും ജോത്സ്യം പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും മഹിയേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അടുത്ത ഒന്നായിട്ട് ജീവിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. ആന്റി പേടിക്കണ്ട, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ദാ ചായ.
ഇവൾക്ക് എന്തോ മാറ്റമുണ്ട്. ഇത്രയും ദിവസം ഇവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടെ? ഇവളിത് എന്താ ചെയ്യുന്നേ? പറഞ്ഞു പറഞ്ഞു മയക്കിയത് പോരാതെ പൊടിയിട്ട് മയക്കാൻ നോക്കുവാണോ? മോശം. ഇതൊക്കെ ഞാൻ ചെയ്തോളാന്നേ. വേണ്ട, ഇനി മുതൽ ഞാൻ തന്നെ ചെയ്തുതരാം. മഹേട്ടൻ ചെയ്തതിന്റെ ഭംഗി ഞാൻ കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിലും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് മഹേട്ടന് ഒരു ചിന്തയും ഇല്ല. ഇപ്പൊ തന്നെ മഹിയേട്ടന്റെ ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ ഇവളാരാ? ഡോക്ടറോ? അടുക്കളക്കാരിയുടെ പ്രഹസനം കണ്ടില്ലേ? മഹേട്ടൻ വേഗം റെഡിയായിട്ട് വാ. ഞാൻ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. വേണ്ട, ഞാനേ ഓഫീസിൽ പോകുമ്പോ അവിടെ നിന്ന് കഴിച്ചോളാം. എനിക്കിപ്പോ എന്തോ വിശപ്പില്ല. അത് പറ്റില്ല. മഹേട്ടന് വേണ്ടിയാ ഞാൻ എല്ലാം ഉണ്ടാക്കിയത്. കഴിച്ചിട്ട് പോയാ മതി. ശരി, ഞാൻ വരാം. കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്താ പോരെ? അത് മതി. വേഗം താഴേക്ക് വാ. എന്റെ മഹിയേട്ടന്റെ ഈ സന്തോഷ ഞാൻ ആഗ്രഹിച്ചത്. നിന്റെ ഈ പ്രണയ നാടകം അധികം ഞാൻ മുന്നോട്ട് കൊണ്ടുപോവില്ല. നീ എന്നും ഈ വീടിന്റെ വേലക്കാരി മാത്രമായിരിക്കും. മഹിയേട്ടൻ എന്റേതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. എൻട്രൻസ് പരീക്ഷയിൽ ജയിക്കാനായാൽ എന്റെ ജീവിതത്തിലൊരു
വലിയ വഴി തുറന്നു കിട്ടും. ആർക്കൊരു ബാധ്യതയാവാതെ ഇവിടുന്ന് പോവാൻ എനിക്ക് കഴിയും. മുത്തശ്ശിയോട് ഞാൻ ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്ന് മുത്തശ്ശിക്കറിയാം. എനിക്ക് വേണ്ടിയാ മുത്തശ്ശി മരിച്ചത്. എന്നെ കൊല്ലാൻ വന്നവരാണ് മുത്തശ്ശിയെ തല്ലി താഴെ ഇട്ടത്. എല്ലാ സത്യവും ഒരു കാലത്ത് പുറത്തു വരും മുത്തശ്ശി. അതിന് അധിക കാലമൊന്നും ആർക്കും കാത്തിരിക്കേണ്ടി വരില്ല. മുത്തശ്ശിയുടെ ആത്മാവ് ആ കൊലപാതകയെ വെറുതെ വിടില്ല. എന്നെ അനുഗ്രഹിക്കണേ മുത്തശ്ശി. വാ മോളെ, വാ. ഇരിക്കെ. നിന്റെ പ്രാർത്ഥന വസുമതി കേൾക്കും മോളെ. മോള് ധൈര്യമായിരിക്കേ. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം. മോള് നന്നായി വരും. പഠിച്ചു നീ ഉയരങ്ങളിലെത്തും. എന്റെ വസുമതിയുടെ ജീവനെടുത്ത ആളെ കണ്ടെത്താൻ പോലീസിന് കഴിയാതെ വന്നാൽ ആ കൊലയാളിയുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കാൻ മോൾക്ക് കഴിയുന്നതൊക്കെ ചെയ്യണം. കാരണം നിന്റെ സത്യസന്ധതയാ ചോദ്യം ചെയ്തിരിക്കുന്നേ. ദേവി എല്ലാത്തിനും തുണയുണ്ട് മുത്തശ്ശ. കാവേരി ചേച്ചി പ്രാർത്ഥിക്കണം. അതുണ്ടാവാതിരിക്കൂ അമ്മു. സഞ്ജുവും സ്വാതിയും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. അവര് വന്നിട്ട് പോയാ പോരെ? അവര് വരാൻ വൈകും. ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞിട്ടാ പോയത്. ലച്ചു ശ്രീദേവിയെ കാണുന്നില്ലേ? ഞാൻ അമ്മയെ ചെന്ന് കണ്ടു. അമ്മ ബെഡിന്ന് എഴുന്നേറ്റിട്ടില്ല. എന്നാ നമുക്ക് ഇറങ്ങാം. പോയിട്ട് വരട്ടെ മുത്തശ്ശ. നിങ്ങൾ ചെല്ലേ. വാ. പോട്ടെ മുത്തശ്ശ. പോയിട്ടോ മോളെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞെട്ടിച്ച് കളഞ്ഞല്ലോ. ലക്ഷ്മി എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതിയിട്ടുണ്ട്. ലക്ഷ്മി അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സർ. അതിന്റെ റിസൾട്ടാണിത്. ലക്ഷ്മിക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. ലക്ഷ്മിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. സിലബസും മറ്റു കാര്യങ്ങളും ടീച്ചർ തരും. താങ്ക് യു സർ. എന്നിട്ട് ലച്ചുവിന്റെ കുടുംബ പേര് തച്ചിലെടുത്തെന്നാ. ആ തച്ചിലെടുത്ത തറവാട്ടുകാർ ഈ സിറ്റി തന്നെയുണ്ട്. അതെയോ? ആ, അവര് താമസിക്കുന്ന സ്ഥലം കാണാൻ ഞാൻ കുറേ ശ്രമിച്ചു. പക്ഷെ കണ്ടെത്താനായില്ല. പിന്നെ നീ ഇപ്പൊ എന്ത് രഹസ്യം കണ്ടെത്തിയെന്ന? മാഡം, അർജുൻ എന്നൊരു ഏട്ടൻ ലച്ചുവിനുണ്ട്. ലച്ചുവിന്റെ മൂത്ത സഹോദരനാ അർജുൻ. ആ അർജുന്റെ മകൻ പഠിക്കുന്ന സ്കൂളിന്റെ അഡ്രസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആണോ? ആ സ്കൂളിൽ ചെന്ന് അർജുന്റെ മോനെ കണ്ട അവരെവിടെ താമസിക്കുന്നെന്ന് അറിയാൻ പറ്റും. നന്ദൂട്ടൻ എന്ന ആ കുട്ടിയുടെ പേര്. ഞാൻ പോയി നന്ദൂട്ടനെ കണ്ട് ഇക്കാര്യം തിരക്കിയ അവന് സംശയം തോന്നും. അതാ ഞാൻ അവനെ കാണാൻ പോകത്തത്. സ്കൂളിന്റെ അഡ്രസ്സ് ഞാൻ തരാം.
മാഡം ആ സ്കൂളിൽ പോയി നന്ദൂട്ടിനെ കണ്ടാ മതി. സൂത്രത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാകും. പിന്നെ മാഡം ആ സ്കൂളിൽ പോയി ആ കൊച്ചിനെ കണ്ടെന്ന് വെച്ച് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അന്വേഷണത്തിൽ നിന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആള് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു പയ്യനാ. ഇനി ആ സത്യം നന്ദൂട്ടന്റെ വയൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് മാഡത്തിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അപ്പൊ തങ്കച്ച ഞാൻ വിചാരിച്ച പോലെ അല്ല, ആളും മിടിക്കുക. എന്തായാലും ഈ ഡീറ്റെയിൽസ് ഒന്നും തങ്കച്ചി സ്വാതിയോട് പറയരുത്. അല്ല അല്ല മാഡം, ആ കുട്ടിയല്ലേ ഇതൊക്കെ അറിയാൻ മുമ്പേ എനിക്ക് രൂപ തന്നത്. ആ സംഗതിയൊക്കെ ശരിയാ, പക്ഷേ കൂടുതൽ ക്യാഷ് തന്നത് ഞാനാ. ഒന്നും വെറുതെ വേണ്ട. ഞാൻ അങ്ങനെയാ, എന്നെ സഹായിക്കുന്നവരെ കൈ അയച്ച് ഞാനും തിരിച്ച് സഹായിക്കും. ആ സ്കൂളിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ മാഡം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരി മാഡം. ആ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. സ്വാതി ഡീറ്റെയിൽസ് ഒന്നും അറിയരുത്. പിന്നെ ഇന്ന് തന്നെ തരാന്ന് പറഞ്ഞ ക്യാഷ് നിന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. അപ്പോ ഇനി വൈകണ്ട, നേരെ സ്കൂളിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ ഉദ്ദേശം ശരിയായിരുന്നില്ല. നിങ്ങൾ വിശാൽ സാറിനെ പറ്റിക്കാനാണ് ശ്രമിച്ചത്. സാർ അത് തിരിച്ചറിഞ്ഞില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം, ഞാൻ കൂടെയുള്ളപ്പോ സാറിനെ ആർക്കും പറ്റിക്കാനാവില്ല. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അത് പ്രഭാവതി അമ്മയായാലും എന്റെ ആ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവില്ല. നീ എന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറയുന്നോടി. നിന്നെ ഞാൻ എന്താ എന്തു പറ്റി? അതെ വിശാൽ സാറേ, അമ്മയ്ക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനൊന്ന് തിരുമ്മി കൊടുക്കുമായിരുന്നു. അല്ലേ അമ്മേ? ആ അതെ അതെ. 2 ദിവസമായിട്ടേ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് പാർവതിയെ കൊണ്ട് തടവിപ്പിക്കായിരുന്നു ഞാൻ. ഇപ്പോ എങ്ങനെയുണ്ട് അമ്മേ? നല്ല കുറവുണ്ട്. ഒരാശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടികൂടുകയാണെന്ന്. അയ്യോ, സാർ എന്തിനാ അങ്ങനെ കരുതിയത്? പ്രഭാവതി അമ്മ എന്നെ സ്വന്തം മോളെ പോലെയല്ലേ കരുതുന്നേ? അപ്പൊ പിന്നെ അമ്മയും മോളും തമ്മിൽ അടികൂടുവോ? കണ്ടോ കണ്ടോ, ഇവള് പറഞ്ഞത് കേട്ടോ? ഇവളെനിക്ക് മോളെ പോലെയാ. ഇവള് ഞാൻ തല്ലുവോ? നീ ഞങ്ങളെ കുറിച്ച് വേണ്ടാത്ത ഒന്നും വിചാരിക്കണ്ട കേട്ടോ വിശാലേ. സോറി, ഞാൻ ഒരു തമാശക്ക് ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. പാർവതി, നീ അമ്മയുടെ കയ്യ് ശരിക്ക് തിരുമ്മി കൊടുത്തേ. എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഒന്നേ ഉള്ളൂ,
ഈ കുടുംബത്തിന്റെയും വിശാൽ സാറിന്റെയും സംരക്ഷണം. അതിനുവേണ്ടി തന്നെയാ ഞാൻ ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് വന്നിരിക്കുന്നതും. അതാണ് ഉദയന്നൂരമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം, എന്റെ കർത്തവ്യം. ഇനിയൊരു ചതിയോ രക്തച്ചൊരിച്ചിലോ ഈ വീട്ടിലുണ്ടാവില്ല. അതിനാരെങ്കിലും മുതിർന്ന അവരനുഭവിക്കും. അവരെ അനുഭവിപ്പിക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശരി, നിന്നെ ഞാൻ അഴിച്ചുവിടാം. പക്ഷേ അഴിച്ചുവിടണമെങ്കിൽ നീ എനിക്ക് 10 ഉമ്മ തരണം. തരാലോ. 10 ഉമ്മയല്ല, 1 കോടി ഉമ്മ ഞാൻ തരും. ശരി, തൽക്കാലം നീ 10 ഉമ്മ താ. 1, 2, 3. പാവം വിശാൽ സാറ്. സാറ് ഇത്രയ്ക്ക് ശുദ്ധഹൃദയനായി പോയല്ലോ. കാളകൂട വിഷം ഉടലിലും ഉള്ളിലും പേര് ജീവിക്കുന്ന പ്രഭാവതി അമ്മയാണല്ലോ സാറ് കണ്ണുടച്ച് വിശ്വസിക്കുന്നത്. കപട സ്നേഹവും വിശ്വാസവും കൊണ്ട് പ്രഭാവതി അമ്മ സാറിന്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ആ മുഖപടം അഴിച്ചു മാറ്റി സാറിന് എങ്ങനെയാണ് നേർവഴി കാട്ടിക്കൊടുക്കുന്നത്? സത്യം എങ്ങനെ സാറിനെ ബോധ്യപ്പെടുത്തും? എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് അവളാ, പ്രഭാവതി. ആ പിശാച്. മോനെ, അവള് നിന്നെയും ഒരു ദിവസം കൊല്ലും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. സ്വന്തം അമ്മയുടെ ജീവൻ എടുത്തവരെയാണ് സാറ് ദൈവത്തിന് തുല്യം കാണുന്നത്. എന്റെ ഈശ്വര, എന്തൊരു വിധിയാണിത്. വിശാൽ സാർ, നിങ്ങൾ ദൈവമായി കാണുന്ന പ്രഭാവതി അമ്മ ദൈവമല്ല, അവര് പിശാചാണ്. സാറിന്റെ അമ്മയുടെ ജീവൻ അപഹരിച്ച രാക്ഷസ ജന്മം. വിശാൽ സാർ, ഇവിടുത്തെ സ്വത്തുക്കളാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി നാളെ സാറിനെ കൊല്ലാൻ പോലും അവര് മടിക്കില്ല. സാറിനെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ സാറിനെ രക്ഷിച്ചിരിക്കും. കുറച്ച് വൈകിയാലും ശരി, ഒന്നില്ലാതെ എല്ലാ സത്യങ്ങളും ഞാൻ സാറിന്റെ കണ്ണിൽ തെളിയിക്കും. ഇത് പാർവതിയുടെ വാക്കാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, മോളെ,
മോളെ ശ്രീകുട്ടി. അമ്മേ, അമ്മയെ കാണാത്തോണ്ട് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? അമ്മ അതേടാ. എന്താ ഇത് സർ? അത് പിന്നെ ഞാൻ നോ എക്സ്പ്ലനേഷൻ സർ. യു ആർ സസ്പെൻഡഡ് സർ. ഞാനത് സബ് ഇൻസ്പെക്ടർ ജയേഷിന്റെ സസ്പെൻഷൻ ഓർഡർ ഇപ്പൊ സ്റ്റേഷനിലെത്തും. അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ളതല്ല, ജനങ്ങളെ സേവിക്കാനുള്ളതാ സർ. ഇവർക്ക് വേണ്ടതെന്നാണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക സർ. താങ്ക് യു വെരി മച്ച്. ശരി, താങ്ക് യു സർ. വരട്ടെ. ശരി. अभी करेला अभी अभी हमें करेले अभी अभी अम्मा अम्मा ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താടി മത്തങ്ങ കണ്ടതിൽ നാട്ടിയ നോക്കുത്തി പോലെ നിൽക്കുന്നത്? വേഗം സാധനങ്ങൾ എടുക്കടി. അതല്ല ജഗദീഷേട്ടാ, ആ കാർത്തിക് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് നമുക്കിവിടുന്ന് ഇറങ്ങിപ്പോവേണ്ട കാര്യമുണ്ടോ? ഈ ചെമ്പകമംഗലത്തിന്റെ യഥാർത്ഥ അവകാശി ജഗദീഷേട്ടനല്ലേ? എടീ, എനിക്ക് എന്റെ അമ്മയുടെ അച്ഛന്റെയും വാക്കാണ് വലുത്. അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കണം, എനിക്കത്രയേ ഉള്ളൂ. ചെമ്പകമംഗലത്തിന് സമ്പത്ത് വേറെയുണ്ട്, നമ്മൾ അവിടെ പോയി താമസിക്കും. എന്താ ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഈ കൊട്ടാരം വിട്ടുവരാൻ അഭിമാനം സമ്മതിക്കുന്നില്ല എന്നുണ്ടോ? അതെന്താ ജഗദീഷേട്ട അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ട് ഉരുളണോ ഇങ്ങോട്ട് ഉരുളണോ എന്നുള്ള മട്ടിലുള്ള നിന്റെ നിപ്പ് കൊണ്ട് ചോദിച്ചതാ. ആ കാർത്തിയുടെ ഈ ധിക്കാരൊന്നും എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ജഗദീഷേട്ട. അവനെന്ത് ഭ്രാന്തുണ്ടോ? അവനെ ഭ്രാന്തനാക്കി താരാടി? ആരാന്ന്? വൈശാഖ് എന്ന് പറഞ്ഞൊരു ഫ്രോഡ്. ആ ഫ്രോഡ് നിന്റെ ആരാന്നറിയാലോ. ശവത്തിലെ കുത്തല്ലേ ജഗദീഷേട്ട? ഒരു കുടുംബത്തിലെ മുഴുവൻ പേരെയും ശവങ്ങളാക്കി മാറ്റിയിടല്ലടിയെ അവൻ പോയത്. നിന്നോടുള്ള എന്റെ സ്നേഹമാണ് അവൻ മുതലെടുത്തത്.
അവന്റെ ആ ലക്ഷണം കെട്ട മുഖവും ലോക തരികിടയുടെ ആ നടപ്പൊക്കെ കണ്ടപ്പോ പല പ്രാവശ്യം അവന്റെ പല്ലടിച്ച് തെറിപ്പിക്കണം ഞാൻ ഓർത്ത. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ നിന്റെ മുഖം ഓർത്തു. നിന്റെ കുടുംബത്തിൽ നീ ഒഴിച്ച് ബാക്കിയെല്ലാം ഇന്റർനാഷണൽ കച്ചറകളായി പോയില്ലോടി. ജഗദീഷേട്ടാ, വളവന്മാരായ ആങ്ങളമാരെ സംരക്ഷിക്കുന്ന എല്ലാ പെങ്ങന്മാർക്കും ഒരു പാഠമായത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. അത് സമാധാനമുള്ളൊരു കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ്. എന്റെ കുടുംബത്തെ വിട്ടൊരു ലോകം എനിക്കില്ല. അതാ ഞാൻ ഇക്കാര്യത്തിൽ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായത്. അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു ഡൈവോഴ്സിൽ എത്തിച്ചേരുമായിരുന്നു. നിന്റെ ആങ്ങള പണ്ട് മൈഥിലിയെ സ്നേഹിച്ചിരുന്നുള്ള സത്യം നീ എന്നോട് മറച്ചു വെച്ചു. അത് എന്നോടും ഈ കുടുംബത്തോടും നീ ചെയ്ത പൊറുക്കാനാവാത്ത മാപ്പർഹിക്കാത്ത തെറ്റാണ്. നീ നിന്റെ ഭർത്താവായി എന്നോട് സത്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിലേ എന്നീ വീട്ടില് ഈ മഹാദുരന്തം സംഭവിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം ജഗദീഷേട്ടാ, ഇതിങ്ങനെ ചെന്ന് അവസാനിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. നീ പ്രസവിച്ച എന്റെ 2 കുട്ടികൾ, അവരെ ഓർത്ത് എന്നോട് ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഒരു വാക്ക്, ഇനിയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രാവശ്യം നീ വൈശാഖ് എന്നുള്ള പേര് ഉച്ചരിച്ച അന്ന് തീർന്നു നീയും ഞാനും തമ്മിലുള്ള മഹത്തായ ദാമ്പത്യം. മനസ്സിലായോടി? മനസ്സിലായി. എന്നാ ചെന്ന് വേഗം എടുക്കാനുള്ള സാധനങ്ങൾ എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനോടും അമ്മയോടും ഒരു വാക്ക്. ഞാൻ ചെമ്പാകമംഗലത്ത് നിന്നത് നിങ്ങളെ രണ്ടുപേരെയും എന്റെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ സ്നേഹിച്ചുകൊണ്ടാണ്. പ്രായം കൊണ്ട് എന്നേക്കാൾ ഇളയതാണെങ്കിലും നന്ദിനി ഏട്ടത്തി എനിക്ക് എന്റെ ഏട്ടത്തി തന്നെയായിരുന്നു. ഒരേട്ടത്തെയും അനിയൻ കൊട്ടനും. അതുകൊണ്ട് എല്ലാരോടും കൂടി ഒരു അപേക്ഷ, നിങ്ങൾ ആരും ഇവിടെ നിന്ന് പോകരുത്. കാർത്തിക്ക് വേണ്ടി അവന്റെ അച്ഛനായ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെന്താ തലയ്ക്ക് വട്ടുണ്ട്? അച്ഛാ, അവൻ ഒത്തിരി സ്നേഹിച്ചതാ മൈഥിലിയെ. പ്രസവം കഴിഞ്ഞ് മുലപ്പാൽ പോലും കൊടുക്കാതെ ആ കുഞ്ഞിനെ ഇട്ടച്ചു പോയപ്പോ അക്ഷരാർത്ഥത്തിൽ അവനൊരു ഭ്രാന്തനായി മാറി. അതുകൊണ്ട് അവനോട് ക്ഷമിക്കണം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഞാൻ തീരുമാനിച്ചത് തന്നെയാ. എന്റെ ആ തീരുമാനം എനിക്ക് ഭ്രാന്താകാതിരിക്കാൻ വേണ്ടിയാ. കാർത്തിക്, മിണ്ടാ നിൽക്ക്. അച്ഛാ, അവന്റെ വാക്കുകൾ കാര്യമാക്കണ്ട. നിങ്ങൾ ആരും ഇവിടെ വിട്ടു പോകരുത്. എങ്കിൽ അച്ഛൻ കൂടി അവരുടെ കൂടെ പൊയ്ക്കോ. എന്റെ വാക്ക് കേൾക്കാത്ത ആരും ഇവിടെ നിൽക്കണമെന്നില്ല. രാമഭദ്രൻ, നിന്റെ സൽസ്വഭാവവും സന്മനസ്സും പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ നിനക്ക് സാവിത്രി വിവാഹം കഴിച്ചു നൽകിയത്. പക്ഷേ നിന്റെ മനസ്സല്ല നിന്റെ ഭാര്യയ്ക്കും ഈ മകനും ഉള്ളത്.
വിഷമിക്കണ്ട രാമഭദ്ര. നിന്നോട് ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദിനി അടുത്തി രാമേട്ട സങ്കടപ്പെടാതെ. ഇത് ദൈവനിശ്ചയായിരിക്കും. അതങ്ങനെ തന്നെ നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.